നീതി ആയോഗിൻ്റെ ഒരു യോഗം ഇന്ന് ഡൽഹിയിൽ നടന്നു. അതായത് എല്ലാ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ പങ്കെടുക്കുമെന്നാണ് കരുതിയത്. എന്നാൽ ബി ജെ പിയോ അല്ലെങ്കിൽ ബി ജെ പിയുടെ സഖ്യകക്ഷികളായ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ മാത്രം പങ്കെടുത്തു. ഇന്ത്യ മുന്നണിക്കാർ പങ്കെടുക്കില്ല എന്ന് നേരത്തെ പറഞ്ഞു. പക്ഷേ മമതാ ബാനർജി കഴിഞ്ഞ ദിവസം തന്നെ ഡൽഹിയിലെത്തുകയും യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. ഇന്ന് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അവർ ഈ യോഗത്തിൽ പങ്കെടുത്തു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ഇറങ്ങിപ്പോയി. അപ്പോൾ അവർ പറയുന്നത്, ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ സംസ്ഥാനങ്ങളോട് വിവേചനമൊന്നും കാണിക്കരുത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വന്നാണ്. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ മൈക്ക് ഓഫ് ചെയ്തു, എന്നെ അപമാനിച്ചു. അപ്പോൾ ഈ നീതി ആയോഗിൽ ശരിക്കും മമതയെ വിളിച്ചു നിർത്തി അപമാനിച്ചതാണോ? നീതി ആയോഗിൻ്റെ ഒരു ഘടന തന്നെ മുൻ പ്ലാനിംഗ് കമ്മീഷനിൽ നിന്ന് ചെറിയ തോതിൽ വ്യത്യാസമുള്ളത് മാത്രമാണ്. പക്ഷേ എങ്കിലും ഈ മോദി ഗവൺമെൻറ് അധികാരത്തിൽ വന്ന സമയത്താണ് നിലവിലുണ്ടായിരുന്നതായിട്ടുള്ള പ്ലാനിംഗ് കമ്മീഷൻ പിരിച്ചുവിടുന്നത്. കാരണം നമ്മളുടെ ഇന്ത്യയുടെ വികസന പ്രക്രിയകളെല്ലാം ഒരു കാലഘട്ടത്തിൽ പൂർത്തീകരിച്ചിരുന്നത് പ്ലാനിംഗ് കമ്മീഷനിലൂടെയായിരുന്നു. അതിൻ്റെ ചെയർമാൻ പ്രധാനമന്ത്രി തന്നെയായിരുന്നു. നമ്മുടെ പഞ്ചവത്സര പദ്ധതികളെല്ലാം തന്നെ പൂർത്തീകരിക്കുന്നതിന് നിർണായകമായിട്ടുള്ള പങ്കുവഹിച്ചിട്ടുള്ള അതുതന്നെയായിരുന്നു. അപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളുടെ പൊതു സ്വഭാവങ്ങളെല്ലാം മനസ്സിലാക്കി ആ സംസ്ഥാനങ്ങളുടെ വികസനത്തിന് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ എന്ന നിലയ്ക്ക് പ്രവർത്തിച്ചിരുന്നൊരു സംവിധാനമായിരുന്നു. പക്ഷേ മോദി ഗവൺമെൻറ് വന്ന സമയത്ത് അത് പിരിച്ചുവിടുകയും അതിന് പകരമായിട്ട് നീതി ആയോഗ് രൂപം കൊടുക്കുകയും ചെയ്തു. അങ്ങനെ രൂപം കൊടുത്തതിന് ശേഷം പിന്നെ എപ്പോഴും ഈ ഒരു പരാതി നിലവിലുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ മീറ്റിങ്ങുകളിലൊക്കെ എല്ലാ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിമാർ പങ്കെടുത്ത് ആദ്യം ഒരുവണ് മറ്റോ അങ്ങനെ പങ്കെടുത്തെന്ന് തോന്നുന്നു. പിന്നെ ഒന്നും പങ്കെടുത്തിട്ടില്ല. കാരണം 9ാമത്തെ യോഗം മറ്റോ ഇത് 9ാമത്തെ യോഗമാണ്. ഈ 9ാമത്തെ യോഗത്തിൽ ബഹിഷ്കരണം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതിക്ക് മുമ്പ് നടന്ന ബഡ്ജറ്റ് അവതരണമായിരുന്നു. അപ്പോൾ ബഡ്ജറ്റ് അവതരണം നടന്ന സമയത്ത് ഇന്ത്യ മുന്നണിയുടെ പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് ബി ജെ പി ഇതര സർക്കാരുകൾക്ക് ബഡ്ജറ്റിൽ അവരർഹിക്കുന്നതായിട്ടുള്ള പ്രാധാന്യം നൽകിയില്ല എന്ന് മാത്രമല്ല ചില ബി ജെ പി സർക്കാരുകൾക്ക് പോലും അത് നൽകിയില്ല എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത് സന്തുലിത സ്വഭാവം പുലർത്തേണ്ടതാണ്. അതിന് അത്തരത്തിലുള്ളൊരു ബാലൻസിങ് ക്യാരക്ടർ ഉണ്ടെങ്കിൽ മാത്രമാണ് എല്ലാവർക്കും തൃപ്തികരമായിട്ടുള്ള രീതിയിൽ അത് സ്വീകാര്യമായി തീരുള്ളൂ. കാരണം സംസ്ഥാനങ്ങളുടെ പൊതു സ്വഭാവങ്ങൾ മനസ്സിലാക്കി ഓരോ സംസ്ഥാനത്തിൻ്റെ ആവശ്യം മനസ്സിലാക്കി അതിനനുസരിച്ച് ആണ് ഈ ആസൂത്രണ സംവിധാനം നിർവഹിക്കപ്പെടേണ്ടത്. അത് നിർവഹിക്കപ്പെടുന്നില്ല എന്ന് തോന്നുമ്പോഴാണ് പരാതികളുണ്ടാകുന്നത്. ആ പരാതികൾ വളരെ രൂക്ഷമായിട്ടുള്ള രീതിയിൽ ഉയർന്നു വന്ന ഒരു മീറ്റിംഗാണ് ഈ കഴിഞ്ഞത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ബഡ്ജറ്റ് തന്നെയാണ്. അപ്പോൾ ഇവരിപ്പം പ്രധാനമായിട്ടും ആവശ്യപ്പെടുന്നത് ഈ പഴയ പ്ലാനിംഗ് കമ്മീഷൻ അത് തിരിച്ചു വരണമെന്നാണ്. അപ്പം ഈ പഞ്ചവത്സര പദ്ധതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ആസൂത്രണം ചെയ്തത് ഈ പ്ലാനിംഗ് കമ്മീഷൻ്റെ പുറത്തായിരിക്കും. അപ്പോൾ അതിൽ കാലാനുസൃതമായ മാറ്റം എന്ന രീതിയിലാണ് നീതി ആയോഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് വരുന്നു, അല്ലെ ആ പദ്ധതി നടപ്പാക്കുന്നു. ഇതുവരെ അതിനോടൊക്കെ യോജിച്ചവർക്ക് നേരത്തെ എതിർപ്പുണ്ടായിരുന്നു പ്രതിപക്ഷ കക്ഷികൾക്ക്. അപ്പോൾ ഇപ്പോൾ ഇന്ത്യ മുന്നണിക്ക് കുറച്ച് ഭൂരിപക്ഷം കൂടുതലുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ കുറച്ച് ശക്തരാണെന്ന് തോന്നിയുകൊണ്ടാണോ പരസ്യമായി തന്നെ ഞങ്ങൾ പ്രതിഷേധിക്കുന്നത്? അല്ല, നേരത്തെ ഒക്കെ അങ്ങനെയുള്ള പ്രതിഷേധങ്ങൾ ശക്തമായിട്ട് ഓരോ സംസ്ഥാനവും അവതരിപ്പിക്കാറുണ്ട്. ആ പ്രതിഷേധം അവതരിപ്പിക്കുന്നതിൻ്റെ കാരണം അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം എന്താണ്, ഈ നിലവിളിക്കുന്ന കുട്ടിക്ക് മാത്രമേ പാല് കിട്ടുകയുള്ളൂ എന്നുള്ള സ്ഥിതി സ്വാഭാവികമായിട്ടും എവിടെയുമുണ്ട്. ഇവിടെയും അങ്ങനെയുണ്ട്. സംസ്ഥാനങ്ങളും ഉണ്ടാതിരുന്നാൽ അവർക്കൊന്നും കിട്ടില്ല. ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാകുന്ന സംസ്ഥാനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കുറച്ച് കൊടുത്ത് അവരെ നിശബ്ദരാക്കാനുള്ള ശ്രമം ഉണ്ടാകും. അങ്ങനെയല്ല യഥാർത്ഥത്തിൽ ഈ പ്ലാനിംഗ് കമ്മീഷനോ അല്ലെങ്കിൽ നീതി ആയോഗ് പോലെയുള്ള സംവിധാനങ്ങൾ പ്രവർത്തിക്കേണ്ടത്. അതിന് സമഗ്രമായ കാഴ്ചപ്പാടുണ്ടാകണം. കാരണം ഒരു സംസ്ഥാനത്തിൻ്റെ മാത്രം വികസനം കൊണ്ട് രാജ്യം വികസിക്കില്ല. രാജ്യം വികസിക്കണമെങ്കിൽ എല്ലാ സംസ്ഥാനങ്ങളും ശക്തമായിട്ടുള്ള രീതിയിൽ തന്നെ വളർന്ന് വികസിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ആ വളർച്ചയുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ശക്തമായിട്ടുള്ള കേന്ദ്രവും ശക്തമായ സംസ്ഥാനങ്ങളും എന്നതായിരിക്കും. യഥാർത്ഥത്തിൽ ഫെഡറൽ സ്വഭാവം പുലർത്തുന്ന ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമ്മളുടെ ഭരണഘടന തയ്യാറാക്കുന്ന സമയത്ത് നമ്മളുടെ ഭരണഘടനയുടെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത് കോസി ഫെഡറൽ സ്റ്റേറ്റ് എന്നുള്ളതാണ്. ഒരു അർദ്ധ ഫെഡറൽ സംവിധാനമാണത്. എന്നുവെച്ചാൽ ആത്യന്തികമായി തർക്കമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇത്രമാത്രം വിശാലമായ രാജ്യം എന്ന നിലയ്ക്ക് അത് വിഘടിച്ച് കഷ്ണങ്ങളായി പോകാതിരിക്കുന്നതിന് വേണ്ടി ഏകോപനം ഉണ്ടാക്കാനും അതേപോലെ നിയന്ത്രണം ഉണ്ടാക്കാനും വേണ്ടിയിട്ടാണ് തർക്കത്തിൻ്റെ പരിഹാരം എന്ന് പറയുന്നത് അവസാന വാക്കെപ്പോഴും കേന്ദ്രമായിരിക്കും. അതിന് യോജിപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ട് അവരുണ്ടാക്കിയിരിക്കുന്നൊരു സംവിധാനമാണ്. പക്ഷേ അതിന് പകരം അവർക്കൊന്നും യാതൊരു സ്വാതന്ത്ര്യമില്ലാതിരിക്കുകയും അവർ പറയുന്നതൊന്നും കേൾക്കാതിരിക്കുകയും കേന്ദ്രം പറയുന്നതെല്ലാം കേൾക്കണം എന്ന നില വരികയും ചെയ്യുമ്പോഴാണ് ഈ തർക്കങ്ങളുണ്ടാകുന്നത്.
ഇപ്പോൾ ഈ BJP-യോട് അത്ര വലിയ ശത്രുത നേരത്തെ മമത പുലർത്തിയിരുന്നു, എങ്കിലും പിന്നീട് ചില വിട്ടുവീഴ്ചകൾക്കൊക്കെ അവർ തയ്യാറാവുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ നീതി ആയോഗിൽ ഇന്ത്യ മുന്നണി മുഴുവൻ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് മമത പറഞ്ഞു ഞാൻ പങ്കെടുക്കും, ഞാൻ ഈ യോഗത്തിൽ എന്തായാലും സംസാരിക്കും എന്ന് പറയുമ്പോൾ BJP-യുടെ അടുത്ത് അല്ലെങ്കിൽ ഭരണകക്ഷിയുടെ അടുത്ത് കുറച്ചെങ്കിലും അടുപ്പം കാണിക്കുന്നത് മമതയാണ്. എന്തെങ്കിലും താല്പര്യം ഉണ്ടാവും മമതയ്ക്ക് പ്രത്യേകിച്ച്? ഇല്ല, യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണി ബഹിഷ്കരണ തീരുമാനമല്ല എടുക്കേണ്ടത് എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. അവർ ഈ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കണം, അവർക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറയണം. കാരണം അവിടെയാണത് പറയേണ്ടത്. അതിശക്തമായിട്ട് ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ അവരവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കേണ്ട ഒരിടമായിട്ട് തന്നെ കണക്കാക്കണം. ഈ ബജറ്റിലെ പ്രശ്നങ്ങൾ ഉൾപ്പെടെ പറയാം അല്ലേ? അതെ, അതിന് ഫലമുണ്ടാവില്ലെന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷെ അവർ ബഹിഷ്കരിച്ചിരുന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണ്? ആ ബഹിഷ്കരണത്തിന് ഒരു തരത്തിലും മാന്യമായിട്ടുള്ള പ്രതികരണം കേന്ദ്രത്തിൽ നിന്നുണ്ടാവുന്നില്ല എങ്കിൽ ബഹിഷ്കരണത്തിന് പ്രസക്തിയില്ല. അങ്ങനെയാണ് ഇപ്പോൾ തന്നെ ഈ പ്രശ്നം പുറത്തു വരുന്നതും ചർച്ചയാവുന്നതൊക്കെ മമതയിൽ പങ്കെടുത്തതിൻ്റെ പേരിലാണ്. അതെ, മമത പങ്കെടുത്തു, മമതയ്ക്ക് 5 മിനിറ്റ് കൊടുത്തുള്ളൂ. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മൈക്ക് ഓഫ് ചെയ്തു. മമത പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണ്? എനിക്ക് മുന്നേ സംസാരിച്ചവർ 10, 15, 20 മിനിറ്റുകളൊക്കെ ഉപയോഗിച്ചു, അന്നത്തെ നിങ്ങൾ മൈക്ക് ഓഫ് ചെയ്തില്ല, എൻ്റെ മൈക്ക് ഓഫ് ചെയ്ത് എന്നെ അവമാനിക്കുകയാണ് ചെയ്തത്. അത് അവർ പറഞ്ഞത് എല്ലാ സംസ്ഥാനത്തും തുല്യ നീതി കിട്ടണം, അതാണ് അവരാവശ്യം. ആ നീതി ആകൂ എന്ന് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവർക്കും നീതി കിട്ടുന്ന ഒരു സംവിധാനമായിട്ട് മാറണം. എല്ലാ സംസ്ഥാനങ്ങൾക്കും നീതി കിട്ടണം. എല്ലാ സംസ്ഥാനങ്ങൾക്കും അവരർഹിക്കുന്ന തരത്തിൽ അവർക്ക് വിഭവ സമാഹരണം നടത്താനും വിഭവ വിതരണം നടത്താനുമായിട്ടുള്ള സൗകര്യങ്ങളുണ്ടാവണം. അതാണ് അവരാവശ്യപ്പെടുന്നത്. അത് ആവശ്യപ്പെടാനായിട്ട് ശ്രമിച്ച സമയത്താണ് മൈക്ക് ഓഫ് ചെയ്തത്. പക്ഷേ മൈക്ക് ഓഫ് ചെയ്തതിൻ്റെ പേരിൽ മമതയെ നിശബ്ദമാക്കാൻ പറ്റില്ല. അവർ പുറത്തിറങ്ങുന്നു, സംസാരിക്കുന്നു, മാധ്യമങ്ങളിൽ വരുന്നു. അപ്പോൾ മൈക്ക് ഓഫ് ചെയ്തത് ഭയങ്കര അബദ്ധമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. സാർ പറയുന്ന പോലെ അവർ പുറത്തിറങ്ങി ഇങ്ങനെ ഒരു പ്രതിഷേധം കാണിച്ചുകൊണ്ടാണല്ലോ ഇത് ഇങ്ങനെ ഒരു സംഭവം നടന്നെന്നും ഇത് ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് അവിടെ പ്രതിഷേധിക്കാമായിരുന്നു എന്നും അറിയുന്നു അല്ലേ? അല്ല, അവർ പങ്കെടുത്തതിൻ്റെ പേരിൽ മാത്രമാണല്ലോ ഇതെല്ലാം സംഭവിച്ചത്. പങ്കെടുത്തില്ലെങ്കിൽ ആരും അറിയില്ല. അവർക്കിഷ്ടമുള്ള തീരുമാനങ്ങളൊക്കെ എടുത്ത് നീതി ആയോഗ് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ പോകും. സംസ്ഥാനങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഒന്നും കിട്ടാത്തവരൊന്നും കിട്ടാതിരിക്കും, കൂടുതൽ കിട്ടിയവരെ ആഹ്ലാദിക്കും, ഇങ്ങനെ പോകും. അങ്ങനെയൊന്നും ഒരിക്കലും ഒരു രാഷ്ട്രത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. രാഷ്ട്രത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ രാഷ്ട്രത്തെ എല്ലാ തരത്തിലും നീതിപൂർവമായിട്ട് എല്ലാ സംസ്ഥാനങ്ങളിലും പെരുമാറും എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് അതിനുണ്ടാവണം. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എത്രയോ വാഗ്ദാനങ്ങളാണ് മാറി മാറി വരുന്ന സർക്കാരുകൾ തന്നിട്ടുള്ളത്. അതൊക്കെ തന്നെ നിഷേധിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതിന് ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം കേരളം രൂപപ്പെട്ട ആദ്യത്തെ വർഷത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ്, 57 തെരഞ്ഞെടുപ്പിൽ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിന് വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാടെടുത്ത സമൂഹമാണ് കേരള സമൂഹം. അന്ന് മുതൽ യഥാർത്ഥത്തിൽ കേരളത്തിന് പലപ്പോഴും പലതും കിട്ടാറില്ല എന്നുള്ളതാണ്. BJP ഗവൺമെൻറ് വന്ന സമയത്ത് സംഭവിച്ചൊരു കാര്യമല്ല. കേന്ദ്രം കേരളത്തോട് എപ്പോഴും വിവേചനം കാണിക്കുന്നു എന്നുള്ളൊരു സത്യമാണ്. ഇതിൻ്റെ പല കാരണങ്ങളാണ് അതിനുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അത് വടക്കേ ഇന്ത്യക്കാരൻ്റെ ആധിപത്യത്തിൽ തെക്കേ ഇന്ത്യക്കാരനോട് കാണിക്കുന്നതായിട്ടുള്ള വിവേചനമായിട്ട് മാറിത്തീരുന്നു എന്നുള്ളതാണ്. ഇത് കേരളത്തിൻ്റെ പ്രശ്നമാണ്, അല്ലാണ്ട് ഇത് BJP-കാരൻ്റെയോ അതേപോലെ CPM-കാരൻ്റെയോ കോൺഗ്രസ്സുകാരൻ്റെയോ ഒരു പ്രശ്നമല്ല. നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുന്ന സമയത്ത് നമുക്ക് കേരളത്തിൽ താമസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എന്ന് പറയുന്നതായിട്ടുള്ള സംവിധാനത്തിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള അവകാശങ്ങളും അർഹതകളുണ്ട്. അത് തീർച്ചയായിട്ടും നമുക്ക് കിട്ടിയേ പറ്റൂ. അത് അതിനു വേണ്ടിയാണ് വാദിക്കുന്നത്. അവിടെ ഇപ്പോൾ കേന്ദ്രത്തിലിരിക്കുന്നത് BJP ആണോ അല്ലെങ്കിൽ കോൺഗ്രസ് ആണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടിയാണോ എന്നുള്ളത് വളരെ അപ്രസക്തമായിട്ടുള്ള കാര്യമാണ്. നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടണം എന്ന് ആവശ്യപ്പെടാനായിട്ടുള്ള അവകാശം തീർച്ചയായിട്ടും നമുക്കുണ്ട്. ഇപ്പോൾ എയിംസിൻ്റെ കാര്യം, അതുപോലെ തന്നെ ഇൻ്റഗ്രേറ്റഡ് കോച്ച് ഫാക്ടറി എത്ര കാലമാണ് കേരളത്തെ പറ്റിച്ചത്? ഇൻ്റഗ്രേറ്റഡ് കോച്ച് ഫാക്ടറി ദാ വരുന്നു ഇപ്പോൾ അത് വായുവിൽ പോലുമില്ല എന്നുള്ളതാണ്. എന്നുവെച്ചാൽ കേരളത്തിന് അങ്ങനെ ഒന്നും കൊടുക്കാനായിരുന്നു തയ്യാറല്ല. സ്ഥലമില്ലാത്തതിൻ്റെ പേരിലാണ് എയിംസ് നൽകാത്തതെന്ന് പറഞ്ഞു. കിലാനൂരിൽ സ്ഥലം കൊടുത്തു കേരള സർക്കാർ, പക്ഷേ വരുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം ഇതാണ്. കാലങ്ങളായി നിലനിൽക്കുന്ന ഒരു വിവേചനം കേരളം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അത് തിരുത്തേണ്ടത് ആവശ്യമാണ്. ഒറ്റക്കെട്ടായിട്ട് കേരളം നിന്ന് സംസാരിച്ചാൽ മാത്രമാണ് അതിൽ മാറ്റമുണ്ടാകുക. അതിനനുസരിച്ചുള്ള മാറ്റം ഉണ്ടാക്കാനാണ് മമത ശ്രമിക്കുന്നത്. മമത അതിശക്തമായിട്ട് ആഞ്ഞടിക്കുന്നു, പ്രശ്നങ്ങളുണ്ടാക്കുന്നു, അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ശ്രമം നടത്തുന്നു. നമുക്ക് പക്ഷേ അതിനൊന്നും കഴിയുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, തമിഴ്നാട്ടിലാണ് സ്റ്റാലിൻ, അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളൊന്നും പോകുന്നില്ല, അല്ലെങ്കിൽ സിദ്ധരാമയ്യ പോകുന്നില്ല, ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ മമത അവിടെ പോകുന്നതോടുകൂടി ഈ നീതി ആയോഗിൻ്റെ ഗവേണിംഗ് കൗൺസിൽ ഒരു ഉന്നത സമിതിയാണ്, ആ സമിതിയിൽ പങ്കെടുത്തു. അപ്പം ബംഗാളിലുള്ള അർഹമായ ഒരു പ്രാതിനിധ്യം പോലും നേടിയെടുക്കാൻ സാധിച്ചേക്കും, കാരണം ഒരു പ്രാതിനിധ്യം ഉണ്ടായല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ബുദ്ധിപരമായ നീക്കം മറ്റു മുഖ്യമന്ത്രിമാരിൽ നിന്ന് വ്യത്യസ്തമായി മമത നടത്തുന്നു, അങ്ങനെ പറയാമോ നമുക്ക്? അല്ല, മമതയുടെ കാര്യത്തിൽ താല്പര്യമുണ്ട്. ആ താല്പര്യം അവർ നടപ്പിലാക്കാനായിട്ട് ശ്രമിക്കുന്നു. ഇന്ത്യ മുന്നണിയുടെ കൂടെ അവർ ചിലപ്പോൾ നിൽക്കും,
ചിലപ്പോൾ നിൽക്കാതിരിക്കും. അവരുടെ ഒരു പ്രശ്നം വന്ന സമയത്ത് ആരില്ലെങ്കിലും അവരൊറ്റയ്ക്ക് എന്ത് ചെയ്യും, അവരുടെ പ്രശ്നത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യും. അതുകൊണ്ടാണ് പലതരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് മമത വിജയിക്കുന്നത്. കാരണം ബംഗാളിൻ്റെ ഒരു എന്താണ് അവരൊരു കൾട്ടുണ്ട് ശരിക്കും പറഞ്ഞത്. ആ ബംഗാൾ കൾട്ട് അതിശക്തമായിട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ട് മമത ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബംഗാൾ പണ്ടും അങ്ങനെ തന്നെയായിരുന്നു, മനസ്സിലായി. CPM ഭരിക്കുന്ന സമയത്തും ഈ കൾട്ടിലായിരുന്നു അവർ ശക്തി പ്രാപിച്ചിരുന്നത്. ആ കൾട്ട് ഏറ്റെടുത്ത ഒരാളാണ് യഥാർത്ഥത്തിൽ മമത. ഇപ്പോൾ രവീന്ദ്ര സംഗീതം, രവീന്ദ്ര ടാഗോർ എന്നൊക്കെ പറഞ്ഞാൽ അവരെ സംബന്ധിച്ച അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. സുഭാഷ് ചന്ദ്രബോസ്, അങ്ങനെയുള്ള ഓരോ പ്രതീകങ്ങളും ബംഗാളിയുടെ പ്രതീകമായിട്ട് അവർ മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ബംഗാളിന് വേണ്ടി അവർ ഫൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ഇപ്പോഴും നല്ല രീതിയിൽ സ്വാധീനം ചെലുത്തി അവിടെ നിൽക്കാനായിട്ട് കഴിയുന്നത്. പല പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങളൊന്നും അവർ ഉലക്കാതെ പോകുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഇന്ത്യ മുന്നണി കൂട്ടായി തീരുമാനം എടുത്താൽ പോലും മമത ലംഘിക്കും. കാരണം മമതയ്ക്ക് ബംഗാൾ മാത്രമാണ് അവരുടെ മുന്നിലുള്ള പ്രശ്നം. എന്തായാലും മമത കാണിച്ചത് ഇന്ത്യ മുന്നണിക്ക് തന്നെ വലിയൊരു മാതൃകയായി മാറുമെന്ന് ചിലപ്പം തോന്നും. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകൾ ഉരുത്തിരിഞ്ഞേക്കാം. അപ്പോൾ നമുക്ക് കൂടുതൽ സംസാരിക്കാം.